ഞങ്ങളെല്ലാവർക്കും ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സർക്കാരിൽ നിന്ന് എത്ര മണിക്കാണ് എത്തേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞാനൊരു 10 മണിക്കാണ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു 9:45 9:50 എത്തുമ്പോഴേക്കും മറ്റേ 1-2 ആൾക്കാർ എൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നിൽക്കുകയായിരുന്നു വെളിയിൽ. നമ്മളുടെ മിനിസ്റ്റർ GR അനിലുണ്ടായിരുന്നു, സാജി ചെറിയനുണ്ടായിരുന്നു, അതിൻ്റെ 3-4 പേര്. അപ്പോൾ നമ്മളൊക്കെ നിന്ന് സംസാരിക്കുകയായിരുന്നു വെളിയിൽ. ചിലവരകത്ത് ലൗഞ്ചിൽ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് BJP അധ്യക്ഷൻ അവിടെ വേദിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതിൻ്റെ ആവശ്യം തോന്നിയില്ല. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹോളിൽ ഇല്ലാത്ത കാരണം ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കുന്നതൊന്നും ആ സമയത്ത് കണ്ടില്ല. പക്ഷേ ഒരു സംശയവുമില്ല, എല്ലാ പാർട്ടികൾക്കും ഇതിനെ ഒരു 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 അവസരമായി കണ്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ LDFകാർ എന്തൊക്കെയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ പറഞ്ഞത്. ഞങ്ങളുടെ കാലത്തിലും അഴിമതിയുണ്ടെന്ന് പറഞ്ഞു, ഇതൊരു എന്താണ് സമുദ്രത്തിന് ഒരു കൊള്ളയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞവരാണ് ഇന്ന് വലിയ സന്തോഷത്തോടെ വിഴിഞ്ഞത്തിന് ആഘോഷിക്കുന്നത്. ഇതല്ലേ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഇസ് എൻ ഓഫൻ. ഇപ്പോൾ ഈ പ്രോജക്റ്റ് പിന്നെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറയും, നോക്കൂ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് മോശമാണെന്ന്. ഇപ്പോൾ പ്രോജക്റ്റ് നന്നായി വന്നപ്പോൾ എല്ലാവർക്കും അതിനൊരു ക്രെഡിറ്റ് വേണം. അപ്പോൾ ഒരിക്കൽ എതിരിച്ച LDFും സ്ഥലത്തിൽ തീരെ സാന്നിധ്യമില്ലാത്ത BJPയും അവരെല്ലാവരും അതിന് ക്രെഡിറ്റ് എടുക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ ജോലി ചെയ്തു, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനം വരട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. KPCC പ്രസിഡന്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് ആലോചന ഉണ്ടായിട്ടുണ്ടോ, തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ഇനി എൻ്റെ അറിവിൽ എനിക്കിതിനെക്കുറിച്ച് ഒരു വാക്കുമില്ല. ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ മാധ്യമത്തിൽ നിങ്ങളത് പറയുന്നതെന്ന് കേട്ടു, പക്ഷെ ഞാൻ ഒഫീഷ്യൽ സോഴ്സ് ഒന്നും കേട്ടിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും ആവർത്തിക്കൊണ്ടിരിക്കുന്നില്ല. ഇതെല്ലാം അഥവാ വല്ല തീരുമാനങ്ങൾ ഡൽഹിയിൽ എടുക്കണ്ടെങ്കിൽ അത് എന്നെ എന്തായാലും അറിയിച്ചിട്ടില്ല. അങ്ങനെ മാറണം എന്നുള്ള അഭിപ്രായം ഇല്ല, മാറണം എന്നല്ല എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ശ്രദ്ധ ഇനി നമ്മളുടെ പാർട്ടിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ജനങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്യാൻ സാധിക്കുക അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നമ്മൾക്ക് 1 വർഷമേ ഉള്ളൂ. അത് മാത്രമല്ല, ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് 6 മാസത്തിനകത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നഗരസഭകളൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് ഗ്രാസ് റൂട്ട്സ് പ്രവർത്തനം, ബൂത്ത് കമ്മിറ്റി, വാർഡ് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ഇതിലൊക്കെ ശക്തി കൊടുക്കണം. അതിൽ വല്ല വീഴ്ചയുണ്ടെങ്കിലും മാറ്റങ്ങൾ അവിടെയാണ് കൊണ്ടുവരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ചെയ്യാനാണ് ആവശ്യം എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡിന് തീരുമാനം എന്താണെന്ന് ഞാൻ അറിയപ്പെടുന്നില്ല. ഞാനൊരു സ്പോക്സ്മാനുമല്ല ഞാൻ എപ്പോഴും എടുത്തൊരു അഭിപ്രായമാണ്, നമ്മൾക്ക് ഒരു നല്ലൊരു KPCC അധ്യക്ഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പല ബൈ ഇലക്ഷനും ജയിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം കാണുന്നില്ല അദ്ദേഹത്തെ മാറ്റം. പക്ഷെ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങളല്ലേ ഇതൊക്കെ കേൾക്കുന്നതും എഴുതുന്നതും. എനിക്കതിനെക്കാട്ട് കൂടുതൽ അഭിപ്രായമില്ല പറയാൻ കേട്ടോ. താങ്ക്സ്.